അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കന്യാകുമാരി വ്ളോഗുമായിട്ടാണ്. ഇപ്പോൾ ഞാനുള്ളത് തിരുവനന്തപുരത്താണ്. ഇനി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കന്യാകുമാരിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തി, സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. എന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോഴത്തേക്കും നമ്മളുടെ ട്രെയിൻ കന്യാകുമാരിയിലേക്ക് പോകേണ്ട, തിരുവനന്തപുരത്ത് നിന്ന് നേരെ കന്യാകുമാരിയിലേക്ക് പോകേണ്ട ട്രെയിൻ പോയിരുന്നു. അപ്പോൾ പിന്നെ നാഗർകോവിലിലേക്ക് പിന്നെ വേറൊരു ട്രെയിൻ ഉണ്ടായിരുന്നു, അത് തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിൽ വരെയുള്ള ഒരു ട്രെയിൻ. എന്നിട്ട് നമ്മൾ അവിടേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തു. എന്നിട്ട് ആ ട്രെയിനിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മളിപ്പോൾ. അത് നാഗർകോവിലിൽ പിന്നെ നിർത്തി സ്റ്റോപ്പാണ് അതിൻ്റെ അവസാന സ്റ്റോപ്പ്. എന്നിട്ട് വീണ്ടും നമ്മൾ 18 കിലോമീറ്റർ വേണം നമുക്ക് പിന്നെ കന്യാകുമാരിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നാഗർകോവിലേക്ക് പോയാണ്. നാഗർകോവിലിന് 18 കിലോമീറ്റർ ഉണ്ട് കന്യാകുമാരിയിലേക്ക്. അവിടേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. പാലത്തിന്റെ മുകളിൽ പാലത്തിന്റെ മുകളിൽ ഒരു അമ്മൂമ്മ നിൽക്കുന്നുണ്ട്. എൻ്റെ ലില്ലി കുട്ടിക്ക് ഉറക്ക് വന്ന്, ദേവിട്ടൻ ഉറക്ക് വന്നു, നല്ലോണം ഉറക്ക് വന്നു. അല്ല ദേവിട്ടാ, നല്ലോണം ഉറക്ക് വന്നു നമ്മളെ ദേവിട്ടൻ. നമ്മൾ ദേവിട്ട ട്രെയിനിൽ കയറിയാൽ ഇന്നലെ എങ്ങനെയാന്ന് പറഞ്ഞാൽ രാത്രി നല്ലോണം വിശന്നിട്ട് ഇന്നത് പറ്റും തോന്നിന് അല്ലേ. അങ്ങനെ ഞങ്ങൾ നാഗർകോവിലെത്തി. ഇനി നമുക്ക് 18 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം കന്യാകുമാരിയിലേക്ക് എത്താൻ.
കന്യാകുമാരിയിലേക്ക് എത്തി. അപ്പോൾ അവിടെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോട്ടൽ റൂം. അപ്പോൾ അവിടെ കുറച്ച് ഫോർമാലിറ്റീസ് കൂടിയുണ്ട്. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് റൂമിലേക്ക് നേരെ പോവാം. അപ്പോൾ ഭയങ്കര ടയേർഡാണ്, നമ്മൾ കുറേ യാത്ര ചെയ്തു. നമുക്ക് റൂമിലെത്തിയിട്ട് കാണാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉള്ളത് തമിഴ്നാട്ടില് കന്യാകുമാരിയില്. അപ്പോൾ കന്യാകുമാരിയിൽ ഇവിടെ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ റൂം നമുക്ക് പരിചയപ്പെടാം എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഇത് വാതില് നമ്മൾ ഉള്ളിലേക്ക് കയറുന്ന വാതിലൊന്നും നമ്മൾ അടച്ചിട്ടുണ്ട്. 302 റൂം. പിന്നെ ഇത് നല്ലൊരു ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ. പിന്നെ ഇങ്ങനെ നേരെ കാണുമ്പോൾ കേർട്ടൻ, പിന്നെ ഒരു ചെറിയൊരു ഡൈനിങ് ടേബിള്, AC ഉണ്ട്, TV ഉണ്ട്. പിന്നെ ഇവിടെ ദേവുട്ടൻ ചുണ്ണിങ്ങ കാണിക്കല. ദേവുട്ടൻ കോപ്പിറൈറ്റ് വരും. ചുണ്ണി കാണിക്കല. പിന്നെ നമ്മൾ ബാഗെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫോണുണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയ കണ്ണാടിയുണ്ട്. വലിയ കണ്ണാടിയുണ്ട്. പിന്നെ ലൈറ്റ് ഉണ്ടോ എന്ന് അറിയുക. ലൈറ്റ് ഉണ്ടാവുമായിരിക്കും. പിന്നെ നല്ല രസമുണ്ട് കേട്ടോ ബെഡിൻ്റെ ഇതൊക്കെ. പിന്നെ നമുക്ക് ഇവിടെ നമ്മൾ ലഗേജ് ഉണ്ട്. പിന്നെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. അതിപ്പോഴാണ് കണ്ടത്. ബാൽക്കണി ഡോർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. കാണാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലാൻ പോകുന്നു. നല്ല കടൽ. പിന്നെ ഇത് നെക്സ്റ്റ് അടുത്ത ഒരു ബിൽഡിങ്. പക്ഷെ ഇവിടെ കാണാനായിട്ട് അതേ ഉള്ളൂ കേട്ടോ. അത് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ നമ്മള് വേദുട്ടന് ഇടയുണ്ടല്ലോ. വേദു. അപ്പൊ ഈ ഹോട്ടലിന്റെ പേര് സൺവേൾഡ് എന്നാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവര് ഈ ഒരു ഹോട്ടല് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈഡ് റൈസും ചായയും അതുപോലെ തന്നെ പാലും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റ് സൗകര്യം ഉണ്ടായതുകൊണ്ട് നല്ല എളുപ്പത്തിൽ നമുക്ക് ഭക്ഷണവും കഴിക്കാം. വേറെ റെസ്റ്റോറൻറ്റ്സ് ഒന്നും തേടി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ പാലും പിന്നെ അതുപോലെ തന്നെ ചായയും ഫ്രൈഡ് റൈസുമാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ കഴിക്കട്ടെ ഇത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് പിന്നെ കടലൊക്കെ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു രാത്രി കടലൊക്കെ കാണാൻ വേണ്ടിയിട്ടും പിന്നെ ചന്തയൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ പോവുകയാണ്. ഇതാട്ടോ വിവേകാനന്ദ പാറ. അപ്പോൾ ഇവിടേക്ക് നമുക്ക് രാവിലെ പോകാം. രാവിലെ മാത്രമേ ഉള്ളൂ സർവീസ്. രാവിലെ തൊട്ട് 4 മണി വരെ ബോട്ട് സർവീസ്. അപ്പോൾ ബോട്ട് പിന്നെ 8:30 മുതൽ 4:45 അങ്ങനെ എന്തോ വരെയാണ്. അപ്പോൾ നമുക്ക് നാളെ നമുക്ക് പോകാം അവിടേക്ക്. അപ്പോൾ ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ ശരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഓരോരോ ഫുഡ് ഐറ്റംസൊക്കെ ഓർഡർ ചെയ്യാനല്ല രുചിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. വെക്കേഷൻ ടൈം ആയതിനാൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെയൊക്കെ.
അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് കന്യാകുമാരിയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. നല്ല ഫ്രഷായിട്ട് ഫിഷ് ഫ്രൈ ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഏകദേശം ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു ഫിഷ് വാങ്ങിയിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കാം. അങ്ങനെ ഞങ്ങളുടെ മീൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ മീനും കപ്പ പുഴുങ്ങിയതുമാണ്. അപ്പോൾ അതിൽ കുറച്ച് പിന്നെ മുളക് പൊടിയൊക്കെ ഇട്ട് തരുന്നുണ്ട്. ശരിക്കും ഈ മീനിനും ഈ കപ്പ പുഴുങ്ങിയതിനും കൂടിയിട്ട് 400 രൂപയാണ് ആയത്. വെറുതെ പൈസ പോയി എന്ന് നമ്മൾ പറയും. എന്ന് പറഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. വെറുതെ ഇങ്ങനെ ഒരു മുളക് പൊടിയിലെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ തരുന്നത്, മുളക് പൊടി ഉപ്പിട്ടിട്ട് ഇങ്ങനെ തരുന്നതാണ്. വലിയ ടേസ്റ്റ് ഉണ്ടായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് എത്തി. അപ്പോൾ റൂമിൽ നിന്ന് ധനീഷേട്ടന് വേണ്ടിയിട്ട് 2 അയല പൊരിച്ചതാണ് വാങ്ങിയത്. ഞാൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് വാങ്ങിയത്. അതുകൊണ്ട് ധനീഷേട്ടൻ അതിൽ നിന്ന് ഒരു പീസ് വരെ കഴിച്ചിട്ടാണ് ഞാനാണ് കഴിച്ചു തീർത്തത്. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്, 6:30 ആയിട്ടുണ്ട്. 6:30ക്ക് സൂര്യോദയമൊക്കെ നേരത്തെ കഴിഞ്ഞു കേട്ടോ. നമ്മളത് കുറച്ച് ഇങ്ങോട്ട് എത്താനാകുമ്പോഴാണ് നമ്മൾ എണീറ്റത് തന്നെ. അപ്പോൾ വിവേകാനന്ദ പാറ നോക്കിയാൽ നല്ല രസമില്ലേ കാണാൻ. അപ്പോൾ ദേവൂട്ടനും വേദൂട്ടനും ആദ്യമായിട്ടാട്ടോ ഇങ്ങനെയൊക്കെ കാണുന്നത്. വേദൂട്ടൻ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ദേവൂട്ടനും ശരിക്കും രണ്ടാളും ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫ്രഷായിട്ട് റൂമിന് താഴെയുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. ഇനി ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം അമ്പലത്തിലേക്ക് പോവാൻ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചു. ഇനി ഇവിടുന്ന് പ്രസാദം വാങ്ങിക്കാന്ന്. ഭയങ്കര തിരക്കുമായിരുന്നു. അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ അകത്ത് പിന്നെ ക്യാമറയൊന്നും കൊണ്ടുപോയിക്കൂടല്ലോ. ഇനി നമ്മൾ അമ്പലത്തിലെല്ലാം പോയി കഴിഞ്ഞു. ഇനി നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്തിട്ട് അപ്പുറത്തേക്ക് എത്തണ്ടേ, വിവേകാനന്ദ പാറയിലേക്ക് എത്തണ്ടേ. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. പിന്നെ നമ്മൾ വിവേകാനന്ദ പാറയിൽ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം പോയാൽ എന്തായാലും പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ നേരെ ട്രിവാൻഡ്രത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് 10:10 ട്രെയിന്. കന്യാകുമാരി ഇന്ത്യ എക്സ്പ്രസിൻ്റെ പേര് ഇതിൻ്റെ പേര് ട്രെയിനിൻ്റെ. അപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് 10:10 ഈ ട്രെയിന്. അപ്പോൾ ഇനി നമുക്ക് നേരെ ട്രിവാൻഡ്രത്തേക്ക് കാണാം. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി അടുത്ത് തന്നെ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ, ടാറ്റാ.